ഈ മഹാസംഗമത്തിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും അഭിവാദ്യം ചെയ്യും. ഇത് ഇവിടെ പറഞ്ഞതുപോലെ ഈ പരിപാടിയിൽ പങ്കെടുത്ത് നേരിട്ട് കേൾക്കുന്നവരുണ്ട്. എന്നാൽ ഇതേ സമയം തന്നെ ഇവിടെ അല്ലെങ്കിലും ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്ന് കേൾക്കുന്ന സഹോദരങ്ങളും അവരെ എല്ലാവരെയും ചേർത്തുകൊണ്ട് ഈ ഘട്ടത്തിൽ സ്നേഹാഭിവാദ്യങ്ങൾ അർപ്പിക്കുകയും രണ്ട് പ്രധാന പരിപാടികളാണ് ഇന്നിവിടെ നടക്കുന്നത്. ഒന്ന് ജ്ഞാനായ സമുദായ ദിനാചരണമാണ്. മറ്റൊന്ന് ബഹുമാന്യനായ ആർച്ച് ബിഷപ്പ് കുര്യാക്കോസ് മോർ സേവേറിയോസ് വലിയ മെത്രാപ്പോലീത്തയുടെ മെത്രാഭിഷേക വാർഷികമാണ്. അതുകൊണ്ട് തന്നെ ഈ സമുദായത്തെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രധാനപ്പെട്ട ചടങ്ങാണിത് എന്ന് പ്രത്യേകം പറയേണ്ടതില്ല. ജ്ഞാനായ സമുദായത്തിൻ്റെ ആത്മീയ നായകൻ അഭിവന്ദയ കുര്യാക്കോസ് മോർ സെവോറിയോസ് തിരുമേനിയാണ് അധ്യക്ഷനായിട്ട് ഇവിടെ ഇരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ മെത്രാഭിഷേകത്തിൻ്റെ 22ാം വാർഷികമാണിത്. കഴിഞ്ഞ 2 പതിറ്റാണ്ടിലേറെ കാലമായി ഈ സമുദായത്തെ ആത്മീയമായും സാമൂഹികമായും ഉന്നതിയിലേക്ക് നയിക്കുന്നതിൽ അദ്ദേഹം കാട്ടുന്ന ദീർഘവീക്ഷണവും അർപ്പണബോധവും എടുത്തു പറയേണ്ടത് തന്നെയാണ്. സഭയ്ക്കപ്പുറം പൊതുസമൂഹത്തിൻ്റെ ആകെ നന്മക്കായി പ്രവർത്തിക്കുന്ന തിരുമേനിയുടെ മതനിരപേക്ഷ നിലപാടുകൾ മാതൃകാപരമാണ്. തിരുമേനിയുടെ നേതൃത്വത്തിൽ ഈ സമുദായം തുടർന്നും ശക്തമായി ജീവകാരുണ്യ സ്വഭാവത്തോടെ പ്രവർത്തിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. കേരളത്തിൻ്റെ സാമൂഹ്യ ഭൂപടത്തിൽ തനതായ വ്യക്തിമുദ്ര പതിപ്പിച്ച ഒരു ജനതയുടെ സംഗമമാണിത്. AD 345 ക്നായി തോമയുടെ നേതൃത്വത്തിൽ കൊടുങ്ങല്ലൂർ തുറമുഖത്തിറങ്ങിയ 72 കുടുംബങ്ങളാണ് ഇവിടെ ജ്ഞാനായ സമുദായത്തിന് വിത്തുപാകിയത്. ചേരമാൻ പെരുമാൾ നൽകിയ രാജപദവികളും അടിയുറച്ച വിശ്വാസവും കൈമുതലാക്കി നിങ്ങൾ നടത്തിയ യാത്ര കേരളത്തിൻ്റെ വ്യാപാര, കാർഷിക, സാംസ്കാരിക മേഖലകളിൽ വലിയ മാറ്റം ഉണ്ടാക്കിയിട്ടുണ്ട്. ക്രിസ്തുവിൻ്റെ വചനങ്ങളിൽ ഒരു പ്രധാന സന്ദേശമുണ്ട്. നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു. മലമേലിരിക്കുന്ന പട്ടണം മറഞ്ഞിരിക്കാൻ പാടില്ല. അതാണ് ക്രിസ്തുവിൻ്റെ സന്ദേശം. ജ്ഞാനായ സമുദായം കഴിഞ്ഞ നൂറ്റാണ്ടുകളിലുടനീളം ആ വെളിച്ചമായി മാറാനാണ് ശ്രമിച്ചിട്ടുള്ളത്. സ്വന്തം തനിമ കാത്തു സൂക്ഷിക്കുമ്പോൾ തന്നെ
നാടിൻ്റെ നന്മയ്ക്കായി സ്വയം സമർപ്പിക്കാനും നിങ്ങൾ തയ്യാറായിട്ടുണ്ട് എന്ന് പറയുന്നതിൽ അതിയായ സന്തോഷമുണ്ട്. നമ്മുടെ സംസ്ഥാനം ആരോഗ്യ വിദ്യാഭ്യാസ രംഗങ്ങളിൽ ഇന്ന് ലോകത്തിനാകെ മാതൃകയാണ്. ഇതൊരു സുപ്രഭാതത്തിൽ സംഭവിച്ചതല്ല. തുടർച്ചയായ സാമൂഹ്യ ഇടപെടലുകൾ വഴിയാണ് അത് സാധ്യമായത്. അതിനുള്ള ആദ്യ വിത്തുകൾ പാകിയത് ഇവിടുത്തെ ക്രൈസ്തവ മിഷണറിമാരും നിങ്ങളെപ്പോലുള്ള സമുദായ സംവിധാനങ്ങളുമാണ്. പള്ളിക്കൊപ്പം പള്ളിക്കൂടം എന്ന വിപ്ലവകരമായ ആശയം നടപ്പാക്കിയതിലൂടെ ജാതി മത വർണ്ണ വ്യത്യാസമില്ലാതെ അറിവിൻ്റെ വെളിച്ചം സാധാരണക്കാരുടെ കുടിലുകളിലേക്ക് എത്തിക്കാൻ ക്രൈസ്തവ സഭകൾക്ക് സാധിച്ചു. സ്കൂളുകളും കോളേജുകളും പ്രൊഫഷണൽ സ്ഥാപനങ്ങളും സ്ഥാപിച്ച് വിജ്ഞാനത്തിൻ്റെ വാതിലുകൾ കൂടുതൽ പേരിലേക്ക് തുറന്നു. വിദ്യാഭ്യാസ രംഗത്ത് ഉണ്ടായ ഇത്തരം ഇടപെടലുകൾ കേരളത്തെ സാക്ഷരതയിൽ ഒന്നാമതെത്തിക്കാൻ വലിയ പങ്കുവഹിച്ചു. ആരോഗ്യരംഗത്ത് കേരളം കൈവരിച്ച നേട്ടങ്ങൾക്ക് പിന്നിലും ക്രൈസ്തവ സഭകളുടെ വലിയൊരു സേവന പാരമ്പര്യമുണ്ട്. ലാഭേച്ഛയില്ലാതെ അശരണരായവർക്ക് അഭയവും ചികിത്സയും നൽകിയ അനേകം ആശുപത്രികളും അഗതി മന്ദിരങ്ങളും നമ്മുടെ നാട്ടിലുണ്ട്. അവ ഇന്നും സമൂഹത്തിന് തണലായി നിലനിൽക്കുന്നു.